പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം നഗരമാകെ നിറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്ററും ഫ്ലെക്സുമാണ്. നമ്മുടെ പൂക്കി ചീഫ് മിനിസ്റ്റർ ചിരിച്ചുകൊണ്ട് മുകളിലിരിക്കുന്നു. അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ശ്രീ ആർ ചന്ദ്രശേഖരൻ എന്ന INTUC സംസ്ഥാന അധ്യക്ഷൻ താഴെയിരിക്കുന്ന പോസ്റ്ററാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഇവര് തമ്മിലുള്ള ഒരു കള്ളനും പോലീസും കളിയാണ്. കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് ബോർഡിന്റെ കോർപ്പറേഷന്റെ ചെയർമാനായിരുന്ന ശ്രീ ആർ ചന്ദ്രശേഖരൻ നൂറുകണക്കിന് കോടി രൂപ സർക്കാരിന് നഷ്ടം വരുത്തി വെച്ചു എന്നുള്ള കേസിൽ CBI അന്വേഷണം നടത്തി കുറ്റപത്രം നൽകിയിട്ടും ഇതുവരെയും പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ കൊടുത്തില്ല. ശരിക്കും ഇയാളുടെ ഫോട്ടോ ആദ്യം വരേണ്ടതാണ്. കാര്യം 10 വർഷം പിണറായി സർക്കാരിനെയും കൈക്കകത്ത് വെച്ച് അമ്മാനമാടിയ ആളാണ് ശ്രീ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയിക്കാനില്ല. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതിയെ പറ്റി CBI അന്വേഷിച്ചു വന്ന ഒരു റിപ്പോർട്ടിന് LDF സർക്കാർ അനുമതി കൊടുക്കാൻ ആലോചിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയപരമായിട്ട് അത് വളരെ ശരിയായിരുന്നതാണ്. പക്ഷേ പിണറായി വിജയൻ പല കാര്യങ്ങളിലും നമ്മൾ ഞെട്ടിച്ചത് മാതിരി ഇക്കാര്യത്തിലും നമ്മൾ ഞെട്ടിച്ചു. പല പ്രാവശ്യം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഇദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി. സാധാരണഗതിയിൽ സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നേരിട്ട് വിളിപ്പിക്കുക വളരെ അപൂർവമാണ്. അദ്ദേഹം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസിലെ നിരുപാധികം മാപ്പപേക്ഷ കൊടുക്കുകയും താനല്ല ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതെന്നും ശ്രീ ബിജു IAS ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്നും അതിനാൽ താൻ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ തനിക്ക് സാധിക്കില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിക്കുകയും ഹൈക്കോടതി ഈ കേസ് ജൂലൈ 2-ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. CBI അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആർ ചന്ദ്രശേഖരൻ എന്തുമാത്രം വിദഗ്ധനാണെന്നും കൂടെ ആലോചിക്കണം. ആശാ വർക്കർമാർ 1 വർഷത്തോളം നടത്തിയ സമരത്തിൽ INTUC പ്രസിഡന്റ് ആയിരിക്കെ തന്നെ ആശാ വർക്കർമാർക്കെതിരായിട്ട് സ്റ്റാൻഡ് എടുക്കുകയും പിണറായി സർക്കാരിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും മാത്രമല്ല INTUCയുടെ പല പ്രോഗ്രാമുകളിലും ശ്രീ പിണറായി വിജയനെ തന്നെ ഉദ്ഘാടകനായിക്കൊണ്ട് എത്തിക്കുകയും ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലറ മാനുവറിങ് അല്ല. നമ്മളെ എന്താ പറയുന്നത് ഈ കരടി നെയ്യൊക്കെ പുരട്ടി കാണിക്കുന്ന ചില അഭ്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം അഭ്യാസങ്ങളിൽ വളരെ വിദഗ്ധനാണ് ശ്രീ ആർ ചന്ദ്രശേഖരൻ എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ചോദ്യം വരുന്നത് 24-ാം തീയതി മറ്റന്നാൾ നടക്കുന്ന INTUCയുടെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ ആർ ചന്ദ്രശേഖരനും വേദി പങ്കിടുന്നത് മുഖ്യമന്ത്രി. ഗവൺമെന്റ് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കേണ്ട ഒരാളെ അധ്യക്ഷനാക്കി വെച്ചിട്ട് ആ യോഗത്തിൽ ശ്രീ VD സതീശൻ പങ്കെടുക്കുന്നു എന്നുള്ളത് രണ്ടുപേരും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗങ്ങളായതെങ്കിൽ പോലും വേദി പങ്കിടുന്നതിന് ഉള്ള ഔചിത്യം നമ്മൾ ആലോചിക്കണം. ശ്രീ VD സതീശനെ കേരളത്തിലെ ജനങ്ങള് വോട്ട് കൊടുത്തത് പിണറായി വിജയന്റെ ഈ ദുഷ്ചെയ്തികൾക്കെതിരെയാണെന്നുള്ള കാര്യം ശ്രീ VD സതീശൻ മറക്കരുത്. ജനഹിതത്തോടൊപ്പം നിൽക്കുകയും ക്രിമിനലുകളായി കണ്ടില്ലെങ്കിലും കള്ളനും പോലീസും എന്നുള്ളതിൽ നിന്ന് മാറ്റി രണ്ടുപേരും കള്ളന്മാരാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ശ്രീ VD സതീശൻ ഉണ്ടാക്കി വെക്കരുത്. നന്ദി, നമസ്കാരം.